എല്ലാവർക്കും എഡിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മള് പതിവിന് വിപരീതമായിട്ട് ഒരു റെക്കോർഡ് സെഷനിലൂടെയാണ് നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കാണ് വീക്ക്ലി സെഷൻ നമ്മൾ ലൈവായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ശനിയാഴ്ചയിൽ അസൗകര്യം ഉണ്ടായത് കാരണം നമുക്ക് ലൈവ് കണ്ടക്ട് ചെയ്തിട്ടില്ല. പകരം എന്ത് ചെയ്യുന്നു, നമ്മൾ ലൈവിൽ എന്താണോ നിങ്ങൾക്ക് തരുന്ന ആ സാധനം ഒന്ന് റെക്കോർഡാക്കി തരുവാണ്. നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് രാവിലെ 8 മണിക്ക് ലൈവായിട്ട് വീക്കിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും. ഒരാഴ്ചത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് നമ്മൾ അവിടെ എന്ത് ചെയ്യും, കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് വീക്കിലി കറണ്ട് അഫയേഴ്സിൽ ആദ്യം ചെയ്യുന്നത്? യെസ്, നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് അല്ലെ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാറുണ്ട്, നമ്പർ ഇട്ട് തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ലൈവ് റെക്കോർഡ് എന്നുള്ള ഒരു വ്യത്യാസം വേണ്ട. സാധാരണയായിട്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യം തന്നെ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ശീലം ഒന്നും തെറ്റിക്കേണ്ട, നമ്മുടെ പതിവൊന്നും തെറ്റിക്കേണ്ട. ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിനുശേഷം എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നമ്മൾ ലൈവിൽ കമന്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ടോപ്പിക്സ് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ക്ലാസ് കണ്ട് അവസാനിപ്പിക്കുക. ഓക്കെ, ശരി. നെക്സ്റ്റ് നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം എന്താണെന്ന് നോക്കാം. അപ്പോ പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ പാക് അതിർത്തിയിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ ഏതാണെന്നാണ് ചോദ്യം. കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മൾ കേട്ട വാർത്തയാണ് പഹൽഗാമിൽ ഇന്ത്യ നേരിട്ട ഭീകരാക്രമണം അല്ലെ. അപ്പൊ ഈ ഒരു ആക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ പാക് അതിർത്തിയിലേക്ക് ഒരു ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ നീങ്ങുന്നതായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. അതേതെന്നാണ് ചോദ്യം. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്തല്ലോ. യെസ്, അപ്പൊ ഞാൻ ആൻസർ പറയാൻ പോവാണ്. INS വിക്രാന്ത് ആണ് അല്ലെ. INS വിക്രാന്ത്, ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച യുദ്ധവിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്ത്. ഇനി രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻസ് എന്ത് ചെയ്യും, അങ്ങോട്ട് പറയും കേട്ടോ. 6 മാസത്തെ ദൗത്യത്തിനായിട്ട് ടിയാങ്ങോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഷെൻഷൌ 20 ബഹിരാകാശ പേടകത്തിൽ 3 ബഹിരാകാശ യാത്രികരെ വിക്ഷേപിച്ച രാജ്യം ഏതാണ്? അപ്പൊ ടിയാങ്കോങ് എന്ന് പറയുന്ന ബഹിരാകാശ നിലയം തന്നെ ആരുടേതാണ്? യെസ്, ചൈനയുടേതാണ് അല്ലെ. അപ്പൊ ചൈന ഷെൻഷൌ 20 എന്ന് പറയുന്ന ബഹിരാകാശ പേടകത്തില് 3 ബഹിരാകാശ യാത്രികരെ എന്ത് ചെയ്തു, അവരെ ഈ ഒരു ബഹിരാകാശ നിലയത്തിലേക്ക് വിക്ഷേപിച്ചു. അപ്പൊ ചൈനയാണ് ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ സമ്മേളിക്കുന്ന കോമൺവെൽത്ത് പാർലമെന്റേറിയൻ സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? കോമൺവെൽത്ത് പാർലമെന്റേറിയൻ സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്നാണ് ചോദ്യം. നിങ്ങൾ ആൻസർ കിട്ടിയോടാ? ആൻസർ മനസ്സിലേക്ക് വന്നോ? ആൻസർ കമന്റ് ചെയ്തോ? യെസ്, നിങ്ങൾ കമന്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ലെങ്കിൽ പോസ് ചെയ്ത് വെക്കുക കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബഹമാസ് ആണ്. ബഹമാസിലാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോമൺവെൽത്ത് പാർലമെന്റേറിയൻ സമ്മേളനം 2025 നടന്നത്. നാലാമത്തെ ചോദ്യമാണ്, അടുത്തിടെ നമ്മുടെ കാലിഫോർണിയയിലെ ചില ശാസ്ത്രജ്ഞർ ഒരു പുതിയ നിറം കണ്ടെത്തി. അതായത് നമ്മുടെ കണ്ണിലെ റെറ്റിനയിലെ കോശങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവർക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് സാധാരണ നമ്മൾ മറ്റുള്ള നിറങ്ങളെ കാണുന്നത് പോലെ അല്ല, ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ കണ്ണുകളെ അതിനായിട്ട് സജ്ജപ്പെടുത്തിയിട്ട് കാണാൻ പറ്റുന്ന ഒരു നിറം എന്ത് ചെയ്തു, കാലിഫോർണിയയിലെ ചില ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ആ നിറത്തിന്റെ പേരെന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ നിറത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നിറം ഒളോ ആണ്. ഒളോ എന്ന് പറയുന്ന പുതിയ നിറമാണ് കാലിഫോർണിയയിലെ. പെട്ടെന്ന് ഉണ്ടാക്കാനോ ആ നിറം കാണാനോ ഒന്നും പറ്റാത്തൊരു നിറമാണ്. ലൈക്ക് ഒരു ഗ്രീനും ഒരു ബ്ലൂ ഒക്കെ കലർന്നിട്ടുള്ള ഒരു നിറമാണ് എന്ത്, ഒളോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ചാണ്? ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ഇതൊരു PQ കൂടിയാണ്. അപ്പൊ ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി നടന്നത് ബോൾഗാട്ടിയിൽ വെച്ചിട്ടാണ്, കൊച്ചി ബോൾഗാട്ടിയിൽ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. ആറാമത്തെ ചോദ്യം, 2025 റാംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഉദ്വ തടാകം എന്ന് പറയുന്നത് അല്ലെ.
ഉദ്വാ തടാകം 2025 നമ്മുടെ തണ്ണീർത്തട ദിനത്തിനോടനുബന്ധിച്ച് ഉദ്വാ തടാകം റാംസാർ സൈറ്റിന്റെ പട്ടികയിലേക്ക് ഉൾപ്പെട്ടു. അപ്പൊ ഉദ്വാ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. ആൻസർ നിങ്ങൾ കമന്റ് ചെയ്തോടാ. എ ആണോ, തമിഴ്നാടാണോ, ബി ബീഹാർ ആണോ, ജാർഖണ്ഡ് ആണോ, ഡി സിക്കിം ആണോ? ആൻസർ കമന്റ് ചെയ്തേടാ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ് അല്ലെ. ജാർഖണ്ഡിലാണ് ഉദ്വാ തടാകം സ്ഥിതി ചെയ്യുന്നത്. ജാർഖണ്ഡിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഉദ്വാ തടാകം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. 7ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരെന്താണ്? നമ്മള് ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ ചന്ദ്രയാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്തിന് നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരെന്തെന്നാണ് ചോദ്യം. വ്യോമയാൻ, മംഗൾയാൻ, ഗഗൻയാൻ, ശക്തി എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ആൻസർ കമന്റ് ചെയ്തോ. ആൻസർ എന്താണ്? ഗഗൻയാനാണ് അല്ലെ. ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം എന്ന് പറയുന്നത്. 8ാമത്തെ ചോദ്യം. 66ാമത് ഗ്രാമി അവാർഡിൽ 3 അംഗീകാരങ്ങൾ നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഓക്കെ, ഇപ്പൊ 2024 ആ ഒരു സമയത്ത് നമ്മുടെ ഗ്രാമി അവാർഡ്സിൽ 3 അംഗീകാരങ്ങൾ, ഇതും PQ ആണ്, 3 ഗ്രാമി അവാർഡ്സ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? നിങ്ങൾക്കറിയാലോ നമ്മുടെ ശക്തി എന്ന് പറയുന്ന ഫ്യൂഷൻ ബാൻഡ് അല്ലെ. ശക്തി എന്ന് പറയുന്ന ഫ്യൂഷൻ ബാൻഡിന്റെ ദിസ് മൊമെന്റ് എന്ന് പറയുന്ന ആൽബത്തിന് പുരസ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ശങ്കർ മഹാദേവന്റെയും അതുപോലെ തന്നെ സക്കീർ ഹുസൈന്റെയും ഒരു ഫ്യൂഷൻ ബാൻഡാണ് ശക്തി. അപ്പൊ ആ ഒരു ആൽബത്തിന് അവാർഡ് ഉണ്ടായിരുന്നു. കൂടാതെ സക്കീർ ഹുസൈന് 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ 3 അംഗീകാരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പൊ നമുക്ക് സക്കീർ ഹുസൈനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ പ്രശസ്ത തബല വിദ്വാനാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സക്കീർ ഹുസൈൻ അല്ല രഖ ഖുറൈഷി എന്നാണ് സക്കീർ ഹുസൈന്റെ മുഴുവൻ പേര് കേട്ടോ. 2024 ഡിസംബർ 15 സക്കീർ ഹുസൈൻ എന്ത് ചെയ്തു? അന്തരിച്ചു. 1988 പത്മശ്രീയും 2002 പത്മഭൂഷണും 2023 പത്മവിഭൂഷണും നൽകി ശ്രീ സക്കീർ ഹുസൈനെ രാജ്യം ആദരിച്ചു. 4 തവണ ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതായത് 2024 അദ്ദേഹത്തിന് 3 ഗ്രാമി അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ അല്ലാതെ മുൻപ് അദ്ദേഹത്തിന് ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 66ാമത് ഗ്രാമി അവാർഡിൽ 3 അംഗീകാരങ്ങളാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം, ഈ വിഭാഗങ്ങളിലാണ് 66ാമത് ഗ്രാമി അവാർഡ്സിൽ നമ്മുടെ സക്കീർ ഹുസൈന് പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ. 9ാമത്തെ ചോദ്യം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദിസ് ഇസ് എ PQ കേട്ടോ. ഇതൊരു PQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്ത്യ നമുക്ക് ശ്രീഹരിക്കോട്ടയ്ക്ക് ശേഷം നമ്മുടെ ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കുലശേഖര പട്ടണത്താണ് കേട്ടോ. കുലശേഖര പട്ടണത്താണ്. ഇനി 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. US ബഹിരാകാശ ഗവേഷണ ഏജൻസി ആയിട്ടുള്ള നാസയും ഇന്ത്യയും ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ, അതായത് ആക്സിയം മിഷൻ, നമ്മുടെ നാസയും അതുപോലെ തന്നെ ISROയും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന മിഷനാണ് ആക്സിയം മിഷൻ 4 എന്ന് പറയുന്നത്. ആക്സിയം മിഷൻ 4ന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണെന്ന് ചോദിച്ചാൽ അത് ശുഭാംശു ശുക്ലയാണ്. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. 11ാമത്തെ ചോദ്യം. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം എന്നാണ് ചോദ്യം. റീസെന്റ് ആയിട്ട് നമുക്ക് 3 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്തു. അത് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? INS സൂററ്റ്, INS നീലഗിരി, INS വാക്ഷീർ അല്ലെ. ഇത് 3മാണ്. ഓക്കെ, INS സൂററ്റ്, INS നീലഗിരി, INS വാക്ഷീർ. INS സൂററ്റിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പലാണ്, അതായത് ആന്റി മിസൈൽ കപ്പലാണ്. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ആന്റി മിസൈൽ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ INS സൂററ്റ് ആണ്. 75% തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഒരു കപ്പലാണ് INS സൂററ്റ് എന്ന് പറയുന്നത്. ആയുധ സെൻസർ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ INS സൂററ്റിനകത്തുണ്ട്. ഇനി INS നീലഗിരി നോക്കാം. P-17A സെൽത്ത് ഫ്രിഗേറ്റ് എന്ന് പറയുന്ന പദ്ധതിയിലെ ആദ്യ കപ്പലാണ് INS നീലഗിരി എന്ന് പറയുന്നത്. സാധാരണയായിട്ട്
നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് കപ്പൽ നിർമ്മാണത്തിനായിട്ട് ഒരുപാട് പദ്ധതികളുണ്ട്. അതിലൊന്നാണ് പ്രോജക്ട് 17A എന്ന് പറയുന്നത്. പ്രോജക്ട് 17A എന്ന് പറയുന്നത് നമ്മൾ മുൻപും ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് പ്രോജക്ട് 17A. അപ്പൊ പ്രോജക്ട് 17Aക്ക് കീഴിലുള്ള ആദ്യത്തെ കപ്പലാണ് ഏതെന്ന് പറയുന്നത് INS നീലഗിരി എന്ന് പറയും. നമ്മള് മുൻപും ഈ ഗിരികളെ കുറിച്ച് INS ദുണഗിരി, INS തുഷാരഗിരി, INS അങ്ങനെ ഒരുപാട് ഗിരികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് INS നീലഗിരി എന്ന് പറയുന്നത് കേട്ടോ. INS നീലഗിരി 17Aയിലെ ഒരു കപ്പലാണ്, സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോയാണ് നിർമ്മിച്ചത്. അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ INS നീലഗിരിക്കുണ്ട്. ഇനി INS വാക്ഷീർ P75 എന്ന് പറയുന്നത് ഒരു സബ്മറൈൻ ആണ് കേട്ടോ, ഒരു മുങ്ങിക്കപ്പലാണ്. മുങ്ങിക്കപ്പൽ നിർമ്മാണ രംഗത്തെ ഇന്ത്യയുടെ വൈദഗ്ധ്യം വെളിപ്പെടുത്തുന്ന കപ്പലാണ് INS വാക്ഷീർ. ഫ്രാൻസിലെ നാവിക സംഘവുമായിട്ട് ചേർന്നാണ് INS വാക്ഷീർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മുങ്ങിക്കപ്പൽ പദ്ധതിയിലെ 6ാമത്തതും അവസാനത്തതുമായിട്ടുള്ള കപ്പലാണ് INS വാക്ഷീർ എന്ന് പറയുന്ന കപ്പൽ കേട്ടോ. INS വാക്ഷീർ എന്ന് പറയുന്ന കപ്പൽ. അപ്പൊ INS നീലഗിരി, INS സൂറച്ച്, INS വാക്ഷീർ. നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം. ലോകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായിട്ടുള്ള IPCA അഥവാ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മൾ ലയൺ, ലെപ്പേർഡ്, ടൈഗർ, ചീറ്റ, അതുപോലെ തന്നെ ജാഗുർ, സ്നോ ലെപ്പേർഡ്, പ്യൂമ ഇങ്ങനെ പറയുന്ന 7 ക്യാറ്റ് സ്പീഷീസുകളുടെ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് IPCA അഥവാ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് IPCAയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി 13ാമത്തെ ചോദ്യം. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്തത്? സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ്? ആൻസർ കിട്ടിയോടെ നിങ്ങൾക്ക്. സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേ 1ലാണ്. നാഷണൽ ഹൈവേ 1ലാണ് സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 14ാമത്തെ ചോദ്യം. 2025നും 2039നും ഇടയിൽ ജനിക്കുന്ന കുട്ടികളെ വിശേഷിപ്പിക്കുന്ന പദം ഏതാണ്? 2025നും 2039നും ഇടയിൽ ജനിക്കുന്ന കുട്ടികളെ വിശേഷിപ്പിക്കുന്ന പദം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് അവരെ പറയുന്ന പേര്? ബീറ്റ ജനറേഷൻ എന്നാണ് അല്ലെ. ബീറ്റ ജനറേഷൻ നമ്മുടെ ഐസ്വാളില് അല്ലെ, മിസോറാമിലെ ഐസ്വാളില് ബീറ്റ ജനറേഷനിലെ ആദ്യത്തെ കുട്ടി ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബീറ്റ ജനറേഷൻ എന്നാണ് 2025 മുതൽ 39 വരെ ജനിക്കുന്ന കുട്ടികളെ പറയുന്ന പേര്. ഓക്കെ, അപ്പൊ 2010 മുതൽ 24 വരെ ആൽഫ, 2025 മുതൽ 39 വരെ ബീറ്റ, 40 മുതൽ 54 വരെ ഗാമ ജനറേഷൻ, 55 മുതൽ 69 വരെ ഡെൽറ്റ ജനറേഷൻ. അപ്പൊ നമുക്ക് ഏകദേശം ബീറ്റയൊക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ. ബീറ്റ ഗാമയൊക്കെ തുടക്കത്തിൽ എന്ത് ചെയ്യാം, കാണാനായിട്ട് പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ. അപ്പൊ നിങ്ങൾ ഏത് ജനറേഷൻ, നിങ്ങൾ ആരെങ്കിലും ബീറ്റ ജനറേഷനിലുള്ളവരുണ്ടോ എന്ന്, അല്ലെങ്കിൽ ആൽഫ ജനറേഷനിലുള്ളവരുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയുക കേട്ടോ. ശരി, നെക്സ്റ്റ് വൺ നോക്കാം. നാസയുടെ അർട്ടമീസ് 2 ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? നാസയുടെ അർട്ടമീസ് 2 എന്ന് പറയുന്ന ദൗത്യം ഇപ്പൊ മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് കാലുകുത്തുക എന്ന ദൗത്യത്തോടുകൂടി നാസ ആരംഭിച്ചതാണ് അർട്ടമീസ് എന്ന് പറയുന്ന ദൗത്യം അല്ലെ. അർട്ടമീസ്. അപ്പൊ അർട്ടമീസ് 1 ഉണ്ട്, അർട്ടമീസ് 2 ഉണ്ട്, 3 ഉണ്ട്. എന്താണ് അർട്ടമീസ് 2ന്റെ ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ എത്തിക്കുക. അപ്പൊ അർട്ടമീസ് 1, 2, 3 ഇതെല്ലാം ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനായിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ 1 എന്ന് പറയുന്നത് ജസ്റ്റ് പേടകം മാത്രം പോവും. 2 എന്ന് പറയുന്നത് ഒരു ക്രൂ മാത്രം പോയി ഒന്ന് ചന്ദ്രനെ വലയം വെച്ചിട്ട് വരും. 3 ആണ് മനുഷ്യനെ എന്ത് ചെയ്യുന്നത്, ചന്ദ്രനിലേക്ക് ഇറക്കുന്നത് കേട്ടോ. അപ്പൊ അർട്ടമീസ് ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ എന്ത് ചെയ്യുക, കാല് കുത്തിക്കുക എന്നുള്ള നാസയുടെ പദ്ധതിയാണ് അർട്ടമീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ 16. ഹേമന്ത് സോറൻ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ഹേമന്ത് സോറൻ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ ഹേമന്ത് സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ്. ഹേമന്ത് സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാണ്. 17ാമത്തെ ചോദ്യം. ശ്യാം ബെനഗൽ ഏത് രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്? ശ്യാം ബെനഗൽ ഏത് രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണെന്ന് ചോദിച്ചാൽ സിനിമാ സംവിധായകനാണ് ശ്യാം ബെനഗൽ എന്ന് പറയുന്നത് കേട്ടോ. സിനിമാ സംവിധായകനാണ് ആര്? ശ്യാം ബെനഗൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ 18ാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പുസ്തക ദിനം ഏപ്രിൽ 23-നാണ്. 2025 തീം റീഡ് യുവർ വേ എന്നുള്ളതായിരുന്നു. 2024 ലോക പുസ്തക തലസ്ഥാനം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് എയും സിയും ശരിയാണ്. ബി തെറ്റാണ്. കാരണം 2025 ലോക പുസ്തക ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിന്റെ പങ്ക്, ദ റോൾ ഓഫ് ലിറ്ററേച്ചർ ഇൻ അച്ചീവിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളതാണ് 2025 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. റീഡ് യുവർ വേ എന്ന് പറയുന്നത് 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയമാണ്. റീഡ് യുവർ വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ലോക പുസ്തക ദിനം നിങ്ങൾക്കറിയാം, ലോക പുസ്തക ദിനം ഏപ്രിൽ 23 അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തക തലസ്ഥാനങ്ങളെ പ്രഖ്യാപിക്കാറുണ്ട് അല്ലെ. ഒരു സിറ്റി, അതായത് പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തകങ്ങളെ പബ്ലിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റിയെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ പ്രഖ്യാപിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് അല്ലെ. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആയിരുന്നു 2024 ലോക പുസ്തക തലസ്ഥാനം. അങ്ങനെയാണെങ്കിൽ 2025 ലോക പുസ്തക തലസ്ഥാനം ഏതാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേടാ. 2025 ലോക പുസ്തക തലസ്ഥാനം നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പറയൂ ഏതാണെന്ന്. ഓക്കെ, എന്നാലും അതിനു മുന്നേ നിങ്ങളൊന്ന് കമന്റ് ചെയ്തു ഏതാണ് 2025 ലോക പുസ്തക തലസ്ഥാനം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്തത് 19ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നഗരമാകാൻ ഒരുങ്ങുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും പുനരുപയോഗ ഊർജം, അതായത് റിന്യൂവബിൾ എനർജി കൊണ്ടുള്ള എനർജി യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നഗരമാകാൻ പോകുന്നത് അമരാവതിയാണ് കേട്ടോ. അമരാവതിയാണ് ഈ ഒരു പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നഗരമാകാൻ പോകുന്നത്. ഇനി 20ാമത്തെ ചോദ്യം. ലോകത്തിൽ ആദ്യമായിട്ട് 10G നെറ്റ്വർക്ക് സംവിധാനം അവതരിപ്പിച്ച രാജ്യം ഏതാണ്? നമ്മൾ 5G 3G 4G ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ 10G അതായത് വിത്തിൻ സെക്കൻഡ്സ് 20 സെക്കൻഡിൽ താഴെ 4K ഉള്ള ഒരു മൂവി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പീഡ്, അതൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് 10G നെറ്റ്വർക്ക് സംവിധാനം അവതരിപ്പിച്ച രാജ്യം ആരാണെന്ന് ചോദിച്ചാൽ ആരായിരിക്കും? യെസ്, ഓഫ്കോഴ്സ് അത് ചൈനയാണ് കേട്ടോ. 10G അവതരിപ്പിച്ചത് ചൈനയാണ്. ഇനി 21. 2025 ലൊറൈ സ്പോർട്സ് അവാർഡ്സുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്തെന്നാണ് ചോദ്യം. മികച്ച പുരുഷ താരമാണ് അർമാൻ ഡ്യൂപ്ലന്റിസ് എന്ന് പറയുന്ന സ്വീഡിഷ് പോൾവാൾ താരമായിട്ടുള്ള അർമാൻ ഡ്യൂപ്ലന്റിസ് ആണ് 2025 ലൊറൈ സ്പോർട്സ് അവാർഡ്സിലെ മികച്ച പുരുഷ താരം എന്ന് പറഞ്ഞിരിക്കുന്നത്. മികച്ച വനിതാ താരം സിമോൺ ബൈൽസ് ആണ്. അമേരിക്കൻ ജിംനാസ്റ്റ് താരം സിമോൺ ബൈൽസ് ആണ് മികച്ച വനിതാ താരം എന്ന് പറഞ്ഞിട്ടുണ്ട്. മികച്ച ടീം ബാഴ്സലോണ FC ആണെന്ന് പറഞ്ഞിരിക്കുന്നു. മികച്ച അരങ്ങേറ്റ താരം, അതായത് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലമീൻ യമാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ തെറ്റെന്ന് പറയുന്നത് സി ആണ്. മികച്ച ടീം റയൽ മഡ്രിഡ് ആണ്, ബാഴ്സലോണ അല്ല. റയൽ മഡ്രിഡ് ആണ് മികച്ച ടീം അല്ലെങ്കിൽ ടീം ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, 2025 ലൊറൈ സ്പോർട്സ് അവാർഡ്സിലെ മികച്ച പുരുഷ താരം അർമാൻ ഡ്യൂപ്ലന്റിസ് തന്നെയായിരുന്നു. സ്വീഡിഷ് പോൾവാൾ താരമാണ് അർമാൻ ഡ്യൂപ്ലന്റിസ് എന്ന് പറയുന്നത്. മികച്ച വനിതാ താരം ആരാണ്? സിമോൺ ബൈൽസ് തന്നെയായിരുന്നു. അമേരിക്കൻ ജിംനാസ്റ്റ് താരമാണ് സിമോൺ ബൈൽസ്. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലമീൻ യമാൽ തന്നെയാണ്. എന്നാൽ മികച്ച ടീം റയൽ മഡ്രിഡ് ആണ്, ബാഴ്സലോണ അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ 22. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരോഗ്യ വകുപ്പ് അടുത്തിടെ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എന്താണ് ആ പദ്ധതിയുടെ പേരെന്ന് ചോദിച്ചാൽ കാരുണ്യ സ്പർശം എന്നാണ് പദ്ധതിയുടെ പേര്. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ സ്പർശം. ഇനി 23ാമത്തെ ചോദ്യം. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്നാണ് ചോദ്യം. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണെന്നാണ് ചോദ്യം. അപ്പോ ഓക്കെ, അപ്പൊ ഫാസിൽ മുഹമ്മദ് ആണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് കേട്ടോ. ഫാസിൽ മുഹമ്മദ് ആണ് ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്തത്. ഇനി 24ാമത്തെ ചോദ്യം നോക്കാം. ഓപ്പൺ എയുടെ ChatGPT-4 മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ AI മോഡലായിട്ടുള്ള ജെമിനി 1.5 അടുത്തിടെ പ്രഖ്യാപിച്ചത്. അപ്പൊ ജെമിനി ആരാണ് കൊണ്ടുവന്നത്? ജെമിനി എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് കൊണ്ടുവന്നത് ആരാണെന്ന് മുൻപും ചോദിച്ചിട്ടുണ്ട്. അത് ഗൂഗിൾ ഡീപ് മൈൻഡ് ആണ് അല്ലെ. ഗൂഗിൾ ആണ് ജെമിനി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത 25ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. താഴെ പറയുന്നവയിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾക്ക് ലോണുകൾ അനുവദിക്കുന്ന പദ്ധതിയാണ്.
2023 ഈ പദ്ധതി ആരംഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ NIRF റാങ്കിംഗ് കൂടി പരിഗണിച്ചാണ് ഈ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ലോൺ അനുവദിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഈടോ ജാമ്യക്കാരനോ ഇല്ലാതെ ലോൺ ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇത് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾക്ക് ലോൺ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയാണ്. നമ്മൾ PM വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന പദ്ധതി പഠിച്ചപ്പോൾ നമ്മൾ ഈ കാര്യം പഠിച്ചതാണ്. അതായത് ഈടോ ജാമ്യക്കാരോ ഇല്ലാതെ അല്ലെങ്കിൽ ഈടോ ജാമ്യോ ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് ലോൺ നൽകുന്ന പദ്ധതിയാണ്. അതായത് വിദ്യാഭ്യാസ വായ്പ നൽകുന്ന പദ്ധതിയാണ്. അപ്പൊ ഈടോ ജാമ്യോ ഒക്കെ കുട്ടികൾ ലോൺ എടുക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് നമുക്ക് അറിയാം അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് ശരിയായത് ഏതാണെന്ന് അറിഞ്ഞാൽ നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാം. 1ഉം 4ഉം ശരിയാണ്, നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ 1ഉം 4ഉം ആൻസറിൽ വരില്ല. അപ്പൊ 1ഉം 4ഉം ഉള്ളത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഓൺലി 1, അപ്പൊ അത് ആൻസർ ആയിട്ട് വരത്തില്ല. സെക്കൻഡ് പറയുന്ന 1 and 2 എന്ന് പറയുന്നു, അവിടെ ഒന്നുള്ളത് കൊണ്ട് അത് ആൻസർ ആയിട്ട് വരത്തില്ല. ഡിയില് പറഞ്ഞിരിക്കുന്ന ഓൺലി 3 and 4 ശരിയായത് കൊണ്ട് തന്നെ അതും ആൻസർ ആയിട്ട് വരത്തില്ല. അപ്പോ നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം. ഓൺലി 2. ഇത് 2023-ലല്ല, 2024-ലാണ് ഈ പദ്ധതി ആരംഭിച്ചത് കേട്ടോ. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ NIRF റാങ്കിംഗ് കൂടി പരിഗണിച്ചാണ് വിദ്യാർത്ഥികൾക്ക് ലോണ് ഈ ഒരു പദ്ധതി പ്രകാരം അനുവദിക്കുന്നത്. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓൺലി 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 26-ാമത്തെ ചോദ്യം നോക്കാം. 2025-ലെ ലോക ആരോഗ്യ ദിന പ്രമേയം ആരോഗ്യപരമായിട്ടുള്ള തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായിട്ടുള്ള ഭാവികൾ എന്നുള്ളതാണ്. താഴെ പറയുന്നവയിൽ ഏതിനെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു തീം പറയുന്നതെന്നാണ് ചോദ്യം. ഇത് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, നിങ്ങളാണ് ആൻസർ പറയേണ്ടത്. 2025-ലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തിനെ കേന്ദ്രീകരിച്ചാണ് പറയുന്നത്? ഈ ഒരു പ്രമേയം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ 27-ാമത്തെ ചോദ്യം. സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards എന്ന് പറയുന്ന ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ സയ്യിദ് കിർമാണിയുടെ ആത്മകഥയാണ് കേട്ടോ. നമ്മുടെ 83-ല് ഇന്ത്യ വേൾഡ് കപ്പ് നേടുന്ന സമയത്ത് അതിലൊരു പങ്ക് വഹിച്ചിട്ടുള്ള നമ്മുടെ പ്ലെയർ ആണ് സയ്യിദ് കിർമാണി. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 yards എന്ന് പറയുന്നത്. ഇനി 28-ാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏപ്രിൽ 19-ന് ലോക കരൾ ദിനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2025-ലെ പ്രമേയം ഭക്ഷണം ഒരു ഔഷധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2025-ലെ ലോക കരൾ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഭക്ഷണം ഒരു ഔഷധമാണ്. ഇനി 2024-ലെ ലോക കരൾ ദിനത്തിന്റെ പ്രമേയമാണ് ജാഗ്രത പാലിക്കുക, പതിവായി കരൾ പരിശോധനകൾ നടത്തുക, ഫാറ്റി ലിവർ രോഗങ്ങൾ തടയുക എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഏതാണ്? എല്ലാം ശരിയാണ്. ഏപ്രിൽ 19-ന് ലോക കരൾ ദിനമാണ് അല്ലെ, കറക്റ്റ് ആണ്. 2025-ലെ ലോക കരൾ ദിനത്തിന്റെ പ്രമേയം ഭക്ഷണം ഒരു ഔഷധമാണ് എന്നുള്ളത് തന്നെയാണ്. 2024-ലെ ലോക കരൾ ദിനത്തിന്റെ പ്രമേയം ജാഗ്രത പാലിക്കുക, പതിവായി കരൾ പരിശോധനകൾ നടത്തുക, ഫാറ്റി ലിവർ രോഗങ്ങൾ തടയുക എന്നുള്ളതാണ് 2024-ലെ ലോക കരൾ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം ശരിയാണ്. 29-ാമത്തെ ചോദ്യം നോക്കാം. ലോകത്തിൽ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ലോകത്തിൽ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് ജപ്പാനാണ്. ഇനി 30-ാമത്തെ ചോദ്യം. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നത് എന്നാണെന്നാണ് ചോദ്യം. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നത് 2025 മെയ് 2-നാണ്. 2025 മെയ് 2-നാണ്. 31-ാമത്തെ ചോദ്യം. ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ദി സ്പൈ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ദി സ്പൈ എന്ന് പറയുന്ന പുസ്തകം AS ദുലാദിന്റെയാണ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ദി സ്പൈ എന്ന് പറയുന്ന പുസ്തകം. ഇനി 32-ാമത്തെ ചോദ്യം. ഏത് നേതാവിന്റെ 150-ാം ജന്മവാർഷികത്തിന്റെ ഉദ്ഘാടനം ചെയ്തതാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0? പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 എന്ന് പറയുന്നത് ഏത് നേതാവിന്റെ 150-ാം ജന്മവാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഇനാഗുറേറ്റ് ചെയ്തതാണെന്ന് ചോദിച്ചാൽ ബിർസ മുണ്ടയുടെ ജന്മവാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഇനാഗുറേറ്റ് ചെയ്തതാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 എന്ന് പറയുന്നത്. 33-ാമത്തെ ചോദ്യം. കുട്ടികളുടെ 31-ാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരം ഏതാണ്? കുട്ടികളുടെ 31-ാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് ഭോപ്പാലാണ് കേട്ടോ, ഭോപ്പാൽ. 34-ാമത്തെ ചോദ്യം. ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ?
മുൻപ് നമ്മുടെ കേരളത്തിന്റെ ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പൊ അദ്ദേഹം ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറാണെന്ന് ചോദിച്ചാൽ ബീഹാറിന്റെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇനി 35ാമത്തെ ചോദ്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചൈനയിലാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ 36ാമത്തെയാണ്, പക്ഷെ ആൻസർ ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത് ലേയിലാണ്. 37ാമത്തെ ചോദ്യം. ഭീംറാവു അംബേദ്കർ സാങ്ച്വറി എന്ന പേരിൽ ഒരു പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അംബേദ്കറിന്റെ പേരില് ഭീംറാവു അംബേദ്കർ എന്ന് പറയുന്ന സാങ്ച്വറി, ആ ഒരു പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചത് മധ്യപ്രദേശാണ് കേട്ടോ, മധ്യപ്രദേശ്. 38ാമത്തെ ചോദ്യം. ഈ അടുത്ത് ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച 2 പുതിയ ഇനം നെല്ലുകളുണ്ട്. നമ്മൾ പഠിച്ച കാര്യമാണ്. ആ നെല്ലുകളുടെ പേരെന്താണ്? അപ്പോ ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകളുടെ പേര് ആദി എന്നും പുണ്യ എന്നുമാണ്. ആദിയും പുണ്യയുമാണ്. 39ാമത്തെ ചോദ്യം. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ടുള്ള പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ കുളിർമ എന്നാണ് കേട്ടോ, കുളിർമ എന്ന് പറയുന്ന പദ്ധതി. ഇനി 40ാമത്തെ ചോദ്യം. പട്ടിക വർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനം, അവരുടെ സ്കിൽ ഡെവലപ്മെന്റും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഗോത്ര ജീവികയാണ് കേട്ടോ. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഗോത്ര ജീവിക. 41ാമത്തെ ചോദ്യം. രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്കായിട്ട് കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? വയോജന കമ്മീഷൻ ബില്ല് പാസാക്കിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ. വയോജന കമ്മീഷൻ ബില്ല് പാസാക്കിയത് കേരളം. അപ്പൊ 41 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 41 ചോദ്യങ്ങളില് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കമന്റ് ചെയ്യും. ഉറപ്പായിട്ട് കമന്റ് ചെയ്യുമല്ലോ. ശരി, അപ്പൊ നമ്മുടെ റിവിഷൻ പോർഷൻ കഴിഞ്ഞു. നമുക്ക് വേഗം നമുക്ക് എന്ത് ചെയ്യണം? കഴിഞ്ഞ ആഴ്ച പഠിക്കാനുണ്ടെന്ന ടോപ്പിക്കുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോകാം. അതിനുശേഷം നമുക്ക് റാപ്പിഡ് റിവിഷനും ചെയ്ത് ക്ലാസ് അവസാനിപ്പിക്കാം. നോക്കാം. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ ജില്ലയിൽ ഇന്ത്യൻ സൈന്യം നടത്തിക്കൊണ്ടിരുന്ന സൈനിക നടപടിയുടെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബിർലി ഗാലി എന്ന് പറയുന്ന. ഓർത്തു വെച്ചേക്കണേ, ബിർലി ഗാലി ഇന്ത്യൻ സൈന്യം ഉദ്ധംപൂർ ജില്ലയിൽ, ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ ജില്ലയിൽ നടത്തിയ സൈനിക നടപടിയുടെ രഹസ്യനാമമാണ്. ഇനി നമ്മുടെ 50ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നമ്മുടെ ശാരദാ മുരളീധരൻ വരുന്ന 30-ന് വിരമിക്കുകയാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ 50ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് ഡോക്ടർ എ ജയതിലക നിയമിതനാകാൻ പോവുകയാണ്. 2026 ജൂൺ വരെ ഇദ്ദേഹത്തിന് സേവന കാലാവധി ഉണ്ട്. നെക്സ്റ്റ് വൺ. നമ്മുടെ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് സ്ഥലം മാറി കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് സുശ്രുത് അരവിന്ദ് ധർമാധികാരിയാണ്. ഓർത്തിരിക്കുക, സുശ്രുത് അരവിന്ദ് ധർമാധികാരി എന്ന് പറയുന്ന മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. നമുക്ക് നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ്. നെക്സ്റ്റ് വൺ. ശരൺ കുമാർ ലിംബാളെ. ഇന്ത്യൻ ദളിത് സാഹിത്യത്തിന്റെ വക്താവാണ് ശരൺ കുമാർ ലിംബാളെ. അദ്ദേഹത്തിന്റെ പുതിയ നോവലാണ് സനാതൻ എന്ന് പറയുന്ന കേട്ടോ, സനാതനാണ്. ഈ നോവൽ 2024 JCB അവാർഡ് ചുരുക്ക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കൂടാതെ സരസ്വതി സമ്മാൻ നേടിയിട്ടുള്ള കൃതിയാണ് സനാതൻ എന്ന് പറയുന്നത്. 2024 JCB സാഹിത്യ പുരസ്കാരം കിട്ടിയത് ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിക്കാണ് 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ സനാതൻ ശരൺകുമാർ ലിംബാളയുടെ പുതിയ നോവലാണ്. ഇനി ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ സി കേശവൻ എന്ന് പറയുന്നത് തിരുക്കൊച്ചിയുടെ മുൻ മുഖ്യമന്ത്രിയും സാമൂഹിക പരിഷ്കർത്താവുമാണ്, നിങ്ങൾക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് കോഴഞ്ചേരിയിലാണ് അല്ലെ. കോഴഞ്ചേരി ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കോഴഞ്ചേരി പ്രസംഗം 1935 മെയ് 11 അല്ലെ. 1935 മെയ് 11 കോഴഞ്ചേരി പ്രസംഗം നടക്കുന്നത്. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സി കേശവന്റെ വെങ്കല പ്രതിമ കോഴഞ്ചേരിയിലാണ് അനാച്ഛാദനം ചെയ്തത്. നെക്സ്റ്റ് വൺ. കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് തദ്ദേശീയ ജനതയുടെ ആഗോള ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷിലെ കഴിവുകൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പുതിയ തൊഴിൽ മേഖലകളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും അവരെ പുരോഗതിക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി കമ്മ്യൂണിക്കോർ എന്ന് പറയുന്ന പദ്ധതി. ഇംഗ്ലീഷ് പഠിപ്പിക്കുക, അത് തന്നെയാണ് കമ്മ്യൂണിക്കോർ പദ്ധതിയുടെ ലക്ഷ്യം.
ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇനി ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ കിരീടം നേടിയത് 2025 ഏപ്രിലിൽ നമ്മുടെ സ്വന്തം കൊനേരു ഹംപിയാണ്. 155 വർഷ പഴക്കമുള്ള ടാക്സോണമിക് പസിൽ പരിഹരിച്ച് പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ 2 പുതിയ ഇനം മത്സ്യങ്ങളാണ് ലബിയോ ഉറൂം ലബിയോ ചെകിടയും. ലബിയോ ഉറൂം ലബിയോ ചെകിടയും പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യങ്ങളാണ്. ഇനി സ്വതന്ത്രമായിട്ടുള്ള സേവിങ്സ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ തുറക്കാനും പ്രവർത്തിപ്പിക്കാനും അനുവദിക്കുന്നതിന് RBI അനുമതി നൽകിയിട്ടുള്ള ചെറിയ പ്രായം 10 വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയാകാത്തവരെ കേട്ടോ. 10 വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയാകാത്തവർക്കാണ് ഈ ഒരു ടൈം ഡെപ്പോസിറ്റ് തുറക്കാനും പ്രവർത്തിപ്പിക്കാനായിട്ട് RBI അടുത്തിടെ അനുമതി നൽകിയത്. അതായത് കുറച്ച് ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. മൈനേഴ്സ് എബൌട്ട് 10 ഇയേഴ്സ് ആയിട്ടുള്ള മൈനേഴ്സിന് ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഏപ്രിൽ 25 ലോക മലേറിയ ദിനമാണ്. മലേറിയ എൻഡ്സ് വിത്ത് അസ്, റീഇൻവെസ്റ്റ്, റീഇമാജിൻ, റീഇഗ്നൈറ്റ് എന്നുള്ളതാണ് നമ്മുടെ 2025 ലോക മലേറിയ ദിനത്തിലെ പ്രമേയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ലോക ഹെൽത്ത് അസംബ്ലിയുടെ 60ാം സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് 2007 ലോക മലേറിയ ദിനം ആചരിക്കാനായിട്ട് നമ്മൾ തുടക്കം കുറിച്ചത്. പ്രമേയം മറക്കണ്ട. മലേറിയ എൻഡ് വിത്ത് അസ്, റീഇൻവെസ്റ്റ്, റീഇമാജിൻ, റീഇഗ്നൈറ്റ് കേട്ടോ. നെക്സ്റ്റ് വൺ, 2025 ഏപ്രിൽ 25 അന്തരിച്ച ISROയുടെ 2ാമത്തെ മലയാളി ചെയർമാനാണ് ശ്രീ കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ. 2ാമത്തെ മലയാളി ചെയർമാനാണ് കേട്ടോ. എറണാകുളം സ്വദേശിയാണ്. ISROയുടെ 5ാമത്തെ ചെയർമാനാണ് ആര്? കസ്തൂരിരംഗൻ എന്ന് പറയുന്ന കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ. 1994 മുതൽ 2003 വരെ 9 വർഷം ISROയുടെ ചെയർമാനായിട്ട് ശ്രീ കസ്തൂരിരംഗൻ സേവനമനുഷ്ഠിച്ചു. 2003 to 2009 കാലത്ത് രാജ്യസഭാ അംഗമായിരുന്നു കെ കസ്തൂരിരംഗൻ. ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്നു 2009 മുതൽ 2014 വരെ. ദേശീയ വിദ്യാഭ്യാസ നയരൂപീകരണ സമിതി ചെയർമാനായിരുന്നു കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ. ഇനി പശ്ചിമഘട്ട സംരക്ഷണം മുൻനിർത്തി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒരു കസ്തൂരിരംഗൻ കമ്മിറ്റി രൂപീകരിക്കുകയും അവരുടെ റിപ്പോർട്ടൊക്കെ വളരെ ചർച്ചയായിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായിട്ടുള്ള ഭാസ്കര 1, ഭാസ്കര 2 എന്നിവയുടെ പ്രൊജക്ട് ഡയറക്ടറായിട്ട് കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. PSLV, GSLV വിക്ഷേപണങ്ങൾ പോലുള്ള പ്രധാന നാഴികക്കല്ലുകൾക്ക് നേതൃത്വം നൽകി. ചന്ദ്രയാൻ പദ്ധതികളുടെ ആശയം നൽകി ആവിഷ്കാരത്തിൽ പങ്കാളിയായ വ്യക്തിയാണ് കെ കസ്തൂരിരംഗൻ. 1983 ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ്, 1982 പത്മശ്രീ, 1992 പത്മഭൂഷൺ, 2000 പത്മവിഭൂഷൺ എന്നിവ കെ കസ്തൂരിരംഗൻ ലഭിച്ചിട്ടുണ്ട്. ഫ്രാൻസ് സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായിട്ടുള്ള ഓഫീസർ ഓഫ് ദി ലീജിയൻ ഡി ഹോണർ അവാർഡ് 2002 ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. സ്പേസ് ആൻഡ് ബിയോണ്ട് പ്രൊഫഷണൽ വോയേജ് ഓഫ് കെ കസ്തൂരിരംഗൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം കൂടിയാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക കേട്ടോ. അപ്പൊ ISROയുടെ എത്രാമത്തെ ചെയർമാനാണ്? 5ാമത്തെ ചെയർമാനാണ്. മലയാളി ആയിട്ടുള്ള 2ാമത്തെ ചെയർമാനാണ് കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ. ഇനി സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മഹിളാ സംവാദ് ക്യാമ്പയിൻ ബീഹാറിലാണ് ആരംഭിച്ചത് കേട്ടോ. 2025 ഏപ്രിൽ മേഘ വിസ്ഫോടനം നടന്ന ജമ്മു കാശ്മീരിലെ റംബാൻ എന്ന് പറഞ്ഞ ജില്ലയിലാണ്. ഇനി DPS ഫ്ലെമിംഗോ തടാകത്തെ സംരക്ഷണ റിസർവായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് മഹാരാഷ്ട്രയാണ്. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അനുവദിക്കുന്ന പദ്ധതിയാണ് മാർഗദീപം എന്ന് പറയുന്നത്. മാർഗദീപം 1 മുതൽ 8 വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ്. റാംകോ ആനന്ദി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവായിട്ടുള്ള അഖിൽ പി ധർമ്മജന്റെ പുതിയ പുസ്തകമാണ് രാത്രി 12-ന് ശേഷം എന്ന് പറയുന്ന അഖിൽ പി ധർമ്മജന്റെ പുസ്തകം. 2025 ഏപ്രിലിൽ ഏത് സംഘടനയാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എ ക്രിട്ടിക്കൽ ജങ്ചർ എമംഗ് പോളിസി ഷിഫ്റ്റ് എന്ന റിപ്പോർട്ട് പുറത്തിറക്കിയെന്ന് ചോദിച്ചാൽ IMFന്റെ ആണ് ഈ ഒരു വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എ ക്രിട്ടിക്കൽ ജങ്ചർ എമംഗ് പോളിസി ഷിഫ്റ്റ് എന്ന് പറയുന്ന പുസ്തകം കേട്ടോ. IMFന്റെ ആണ്. നെക്സ്റ്റ് വൺ, 2ാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹിയിലാണ് കേട്ടോ. യോഗാസനത്തിനെ ഒരു മത്സരാധിഷ്ഠിത ആഗോള കായിക ഇനമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ, നമ്മൾ എല്ലാവരും കേട്ട സംഭവം 2025 ഏപ്രിലിൽ കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായത് പഹൽഗാമിലാണ്. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൻ പുൽമേടിലാണ്
40ഓളം വിനോദസഞ്ചാരികളെ തടഞ്ഞുവെച്ച് 7 അംഗ ഭീകര സംഘം വെടിയുതിർത്തത്. 26ഓളം പേര്, അതായത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് ജീവൻ നഷ്ടമാകാനായിട്ട് കാരണമായി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ താൽക്കാലികമായിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീജല കരാർ നിർത്തിവെച്ചു. അല്ലെ, നമുക്കറിയാം ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധുവും അതിന്റെ പോഷക നദികളും അതിലെ ജലം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കരാറാണ് സിന്ധു നദീജല കരാർ. കരാർ പ്രകാരം ചെനാബ് ജലം ഇൻഡസ്, നിങ്ങൾ CJI എന്ന് പഠിച്ചാൽ മതി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് എഴുത്തില്ലേ, ചെനാബ് ജലം ഇൻഡസ് നൽകുന്നത് പാകിസ്ഥാനും, ഈ നദികളിലെ ജലം എടുക്കുന്നത് പാകിസ്ഥാനും, സത്ലജ് രവി ബിയാസ് ഈ നദികളിലത് എടുക്കുന്നത് ഇന്ത്യയുമാണ്. ബാക്കി ചെറു നദികൾ എങ്ങോട്ടാണോ അതുപോലെ ആണ് എടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പ്രധാനപ്പെട്ട 6 നദികളിലെ ജലവിനിയോഗം സംബന്ധിച്ച് 1960 സെപ്റ്റംബറിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് കറാച്ചിയിൽ വെച്ച് ഒപ്പുവെച്ചതാണ്, ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചതാണ് സിന്ധു നദീജല കരാറ്. പല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്തായിരുന്നാലും പാർലമെന്റ് ആക്രമണ സമയത്തായിരുന്നാലും ഉറി അറ്റാക്കിന്റെ സമയത്തൊന്നും ഇന്ത്യ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോഴെടുത്തു. ഇത് ദൂരവ്യാപകമായിട്ടുള്ള പ്രഖ്യാതങ്ങളാണ് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നത്. പാകിസ്ഥാന്റെ കിഴക്കൻ മേഖല ഒരുപാട് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ മേഖലയിൽ ഇനി ഇന്ത്യ ഈ ഒരു കരാർ മരവിപ്പിച്ച് കഴിയുമ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പോലും ലഭിക്കാതെ വരും. വലിയൊരു ഭക്ഷ്യസുരക്ഷാ വീഴ്ച പാകിസ്ഥാൻ നേരിടുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ കരാറ് ഇന്ത്യ മരവിപ്പിച്ച ഈ നടപടിയെ ജലയുദ്ധം എന്നാണ് പാകിസ്ഥാൻ ഊർജ്ജമന്ത്രി ഒവൈസ് അഹമ്മദ് ഖാൻ ലഖരി വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ ഊർജ്ജമന്ത്രി ഒവൈസ് അഹമ്മദ് ഖാൻ ലഖരി വിശേഷിപ്പിച്ചത് ജലയുദ്ധം എന്നാണ്. ഇനി പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ പാക് അതിർത്തിയിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ നമ്മൾ പറഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച യുദ്ധ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് 2022 സെപ്റ്റംബറിലാണ് ഇത് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഈ INS വിക്രാന്ത് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച 10 വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നാണ് INS വിക്രാന്ത് കേട്ടോ. 262 മീറ്റർ നീളവും 59 മീറ്റർ വീതിയും 30 നോട്ടിക്കൽ മൈൽ വേഗതയും ആർക്കുണ്ട്, INS വിക്രാന്തിനുണ്ട്. ഇനി ഒരു ലിത്തിയം ബ്ലോക്കിനുള്ള കോമ്പോസിറ്റ് ലൈസൻസ്. ഈ കോമ്പോസിറ്റ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ലിത്തിയം ഒരു പ്രത്യേക പ്രദേശത്ത് പര്യവേക്ഷണം ചെയ്ത് അത് ഖനനം ചെയ്ത് കുഴിച്ചെടുക്കാനായിട്ടുള്ള ലൈസൻസ് ആണ് കോമ്പോസിറ്റ് ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലിഥിയം ബ്ലോക്കിനുള്ള കോമ്പോസിറ്റ് ലൈസൻസ് ആദ്യമായിട്ടൊരു സംസ്ഥാനം സ്വന്തമാക്കി ചണ്ഡീഗഡ് ആണ് കേട്ടോ. ലിഥിയം ബ്ലോക്കിനുള്ള കോമ്പോസിറ്റ് ലൈസൻസ് നേടിയ ആദ്യ സംസ്ഥാനം ചണ്ഡീഗഡ് ആണ്. നെക്സ്റ്റ്, ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ചൈനയുടെ കാര്യം അല്ലെ. ഇത് നമ്മൾ പറഞ്ഞാണ് കോമൺവെൽത്തിലെ പ്രതിനിധികൾ സമ്മേളിക്കുന്ന ബഹമാസിലെ കാര്യം. ഇതും നമ്മൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ പറഞ്ഞതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ഇത് നമ്മൾ പറഞ്ഞതാണ്. ലോക പുസ്തക ദിനത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. 2025 ഞാൻ പറഞ്ഞു പുസ്തക തലസ്ഥാനം എന്ന് പറഞ്ഞ് ബ്രസീല് റിയോ ഡി ജനീറോ. ഇനി 2025 ഏപ്രിലിൽ അന്തരിച്ച ലോക കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഹോപ്പ് നമുക്കറിയാം അല്ലെ, ഹോപ്പ്. അതുപോലെ തന്നെ ലോകചരിത്രം, അതായത് യഹൂദന്മാരുടെ നാസി ഉന്മൂലനവും ചന്ദ്രനിലെ മനുഷ്യന്റെ കാൽവയ്പും മറഡോണയുടെ ഗോളും ഒക്കെ ആസ്പദമാക്കി ഇദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇദ്ദേഹം 1998 ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തായിട്ട് സ്ഥാനമേൽക്കുന്നത്, മാർപ്പാപ്പയായിട്ട് സ്ഥാനമേൽക്കുന്നത് 2013 കാര്യം ഓർത്തു വെക്കുക. ഈ അടുത്തിടെ എന്ത് ചെയ്തു, 2025 ഏപ്രിലില് അദ്ദേഹം വിടവാങ്ങി. നെക്സ്റ്റ് വൺ, ലൊറൈ സ്പോർട്സ് അവാർഡ്സ് നമ്മൾ പറഞ്ഞതാണ്. മികച്ച വനിതാ താരം, പുരുഷ താരം ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞതാണ്. ലൊറൈ സ്പോർട്സ് പുരസ്കാരത്തിന്റെ 25ാം വാർഷികമായിരുന്നു 2025. അവിടെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഇവിടെ എടുത്ത് പറയുന്നില്ല. ഇത് നമ്മൾ അമരാവതിയുടെ കാര്യം ക്വസ്റ്റ്യനിൽ ചെയ്തതാണ് അല്ലെ. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായിട്ടുള്ള ഹുയാങ് ഗ്രാൻഡ് കാന്യോൺ ബ്രിഡ്ജ് ചൈനയിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായിട്ടുള്ള ഹുയാങ് ഗ്രാൻഡ് കാന്യോൺ ബ്രിഡ്ജ് ചൈനയിലാണ് നിലവിൽ വരുന്നത്. ഇനി 6ാമത് ഏഷ്യൻ അണ്ടർ 18 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി സൗദി അറേബ്യയാണ്. 6ാമത് ഏഷ്യൻ അണ്ടർ 18 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. ഇനി ഏപ്രിൽ 21 ദേശീയ സിവിൽ സർവീസ് ദിനമാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ 1947 ഏപ്രിൽ 21 സർദാർ വല്ലഭായ് പട്ടേല്
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ മെറ്റ്കാഫ് ഹൗസിൽ അഭിസംബോധന ചെയ്തതാണ് ഈ തീയതി നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തില് സിവിൽ സർവീസുകാരെ ഇന്ത്യയുടെ ഉരുക്ക ചട്ടക്കൂട് എന്നാണ്, സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം സിവിൽ സർവീസുകാരെ എന്ത് ചെയ്തത്, വിശേഷിപ്പിച്ചത്. ഇപ്പൊ ഏപ്രിൽ 21 ദേശീയ സിവിൽ സർവീസ് ദിനമാണ്. ഏപ്രിൽ 22 അന്താരാഷ്ട്ര ഭൗമ ദിനമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 അന്താരാഷ്ട്ര ഭൗമ ദിനത്തിന്റെ പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ്. അവർ പവർ അവർ പ്ലാനറ്റ്. ഇനി PM വിശ്വകർമ്മ പദ്ധതി അല്ലെ, നിങ്ങൾക്കറിയാം കരകൗശല വിദഗ്ധർക്ക് വേണ്ടിയിട്ട് PM വിശ്വകർമ്മ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു ബദലായിട്ട് കലൈഞ്ചർ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിച്ചത് തമിഴ്നാടാണ് കേട്ടോ. കലൈഞ്ചർ പദ്ധതി കൊണ്ടുവന്നത്. ഇനി സാംസ്കാരിക വിഷയങ്ങളെ പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. സംസ്കൃതി കാ പഞ്ച്വ അധ്യായ് എന്നാണ്. സംസ്കൃതി കാ പാഞ്ച്വ അധ്യായ്. 2015 സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയത് മുതൽ കഴിഞ്ഞ വർഷം വാരണാസിയിൽ നേത്രാശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ നടത്തിയത് വരെയുള്ള 34 പ്രസംഗങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 34 പ്രസംഗങ്ങളാണ് സംസ്കൃതി കാ പാഞ്ച്വ അധ്യായിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ക്യാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഷോർട്ട് ഫിലിം കോർണറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ഹ്രസ്വചിത്രമാണ് വരുത്തുപോക്ക് എന്ന് പറയുന്നത്. വരുത്തുപോക്ക്. അപ്പൊ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു കൃഷ്ണനാണ് കേട്ടോ. സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ് വരുത്തുപോക്ക്. അപ്പൊ ഇത് ക്യാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഷോർട്ട് ഫിലിം കോർണറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 30 തവണ എവറസ്റ്റ് കീഴടക്കി കാമി റിത്ത, നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയിട്ടുള്ള വ്യക്തിയാണ് കാമി റിത്ത. സ്വന്തം റെക്കോർഡ് തന്നെയാണ് പുതുക്കിയിരിക്കുന്നത്. എവറസ്റ്റ് മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, ഷെർപ്പ, കാമി റിത്ത, ഷെർപ്പ, ഇവരൊക്കെ എവറസ്റ്റ് കയറുന്ന സാഹസികരുണ്ടല്ലോ, അവരെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇവരും എന്ത് ചെയ്യും, അങ്ങനെയാണ് എവറസ്റ്റ് ഇവർ കയറുന്നത്. അപ്പൊ 30 തവണ ഇപ്പൊ കാമി റിത്ത, ഷെർപ്പ എവറസ്റ്റ് എന്ത് ചെയ്തു, കീഴടക്കി. നെക്സ്റ്റ് വൺ, അടുത്തിടെ ഏത് രാജ്യമാണ് നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത്? ചൈനയാണ് കേട്ടോ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത്. ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ്, അതിനെയാണ് നമ്മൾ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ്. ഇതൊരു ആണവായുധമല്ല. മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന രാസവസ്തുവാണ് ഈ ഒരു നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന് പറയുന്ന രാസവസ്തു. അപ്പോ ചൈനയാണ് നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് അടുത്തിടെ പരീക്ഷിച്ചത്. ലോകത്ത് ആദ്യമായിട്ട് ഹ്യൂമനൈഡ് റോബോട്ടുകളുടെ മാരത്തൺ, അപ്പോ ഹ്യൂമനൈഡ് റോബോട്ടുകളെ സൃഷ്ടിക്കുക മാത്രമല്ല അവരുടെ മാരത്തൺ കൂടി നടത്തിയിരിക്കുകയാണ് ചൈന. ഇനി IPLന്റെ ചരിത്രത്തിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശിയാണ്. IPLന്റെ ചരിത്രത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം 14 വർഷവും 23 ദിവസവും മാത്രം പ്രായമുള്ളപ്പോഴാണ് വൈഭവ് അരങ്ങേറുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് വൈഭവ് സൂര്യവംശി കേട്ടോ. അപ്പോ IPLല് അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഇനി ഏപ്രിൽ 19 ലോക കരൾ ദിനമാണ്. ഭക്ഷണം ഒരു ഔഷധം നമ്മൾ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഓൺ സൈറ്റ് 3D പ്രിന്റഡ് മിലിറ്ററി ബങ്കർ നിർമ്മിച്ചത് IIT ഹൈദരാബാദ് ആണ് കേട്ടോ. ലേയില് 11,000 അടി ഉയരത്തിലാണ് ഈ 3D പ്രിന്റഡ് മിലിറ്ററി ബങ്കർ IIT ഹൈദരാബാദ് നിർമ്മിച്ചത്. ഇനി 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ പേഷ്യൻസിന് ചെയ്യുന്നതാണ് ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും ഒക്കെ അല്ലെ. അപ്പൊ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവാണ്. രാജ്യത്ത് ആദ്യമായിട്ട് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി നടത്തുക മാത്രമല്ല ഒരുപാട് ആശുപത്രിയിൽ അതിനുള്ള സംവിധാനം സജ്ജമാക്കുകയും കൂടി ചെയ്ത ഒരു ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ എന്ന് പറയുന്നത്. ഇനി യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള 2 പൈതൃക രേഖകളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ലോകത്തുനിന്ന് മൊത്തമായിട്ട് എല്ലാ രാജ്യങ്ങളുടെയും കൾച്ചറിനെയും ട്രഡീഷനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് ഈ ഒരു യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പൊ 570 രേഖകൾ ഇതുവരെ ഇടം നേടിയിട്ടുള്ളതിൽ ഇന്ത്യയിൽ നിന്ന് 14 എൻട്രികളാണ് ഉള്ളത്. അപ്പൊ റീസെന്റ് ആയിട്ട് 2025 ഏപ്രിലിൽ ഇന്ത്യയിൽ നിന്ന് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് ഈ ഒരു രജിസ്റ്ററിൽ ഇടം നേടിയിട്ടുള്ളത്. ഇനി 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ ജപ്പാൻ നമ്മൾ പറഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷി മന്ത്രിമാരുടെ യോഗത്തില് ഭൂമിയുടെ ശോഷണം, മരുഭൂമീകരണം, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടം ഇവ പരിഹരിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ബ്രിക്സ് ലാൻഡ് റിസ്റ്റോറേഷൻ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ബ്രിക്സ് ലാൻഡ് റിസ്റ്റോറേഷൻ പാർട്ട്ണർഷിപ്പ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി. ഓക്കെ, അപ്പൊ നമ്മുടെ
ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് റാപ്പിഡ് റിവിഷനും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി വേഗം റാപ്പിഡ് റിവിഷൻ നോക്കാം. ഓക്കെ, ഏപ്രിൽ 19 ലോക കരൾ ദിനമാണ്. ലോകത്തിലെ ആദ്യത്തെ പ്രിന്റർ റെയിൽവേ സ്റ്റേഷൻ ആരംഭിച്ച 3D പ്രിന്റർ റെയിൽവേ സ്റ്റേഷൻ ജപ്പാനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകൾ, ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ബ്രിക്സ് രാജ്യങ്ങളിലെ കൃഷി മന്ത്രിമാരുടെ യോഗത്തിൽ ഭൂമിയുടെ ശോഷണം, മരുഭൂമീകരണം, മണ്ണിന്റെ ബലഭൂയിഷ്ഠത നഷ്ടം എന്നിവ പരിഹരിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതി ബ്രിക്സ് ലാൻഡ് റിസ്റ്റോറേഷൻ പാർട്ണർഷിപ്പ് ആണ്. ദേശീയ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21, അന്താരാഷ്ട്ര ഭൗമദിനം ഏപ്രിൽ 22. കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികൾക്ക് രജിസ്ട്രേഷൻ പ്രക്രിയ വേഗത്തിലാക്കുന്നതിനും ഒരു സവിശേഷ തിരിച്ചറിയൽ സംവിധാനം അവതരിപ്പിക്കുന്നതിനായിട്ട് കൊണ്ടുവന്ന വെബ് പോർട്ടലാണ് അതിഥി പോർട്ടൽ. ഇനി നിലവിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യ സന്ദർശിച്ച സമയത്താണ് ഈ ഭീകരാക്രമണം നമ്മുടെ പഹൽഗാമിൽ ഉണ്ടാകുന്നത് കേട്ടോ. ഇനി PM വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായിട്ട് കലഞ്ചർ പദ്ധതി ആരംഭിച്ച തമിഴ്നാട്. സാംസ്കാരിക വിഷയങ്ങളെ പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് സംസ്കൃതി കാ പാഞ്ചോ അധ്യായ്. ക്യാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഷോർട്ട് ഫിലിം കോർണറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ഹ്രസ്വചിത്രമാണ് വരുത്തുപോക്ക്. 30 തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തി കാമി റിത്തയാണ്. അടുത്തിടെ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് ചൈനയാണ്. ലോകത്തിൽ ആദ്യമായി ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ മാരത്തൺ നടത്തിയത് ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായിട്ടുള്ള ഹുവാജിയാങ് ഗ്രാൻഡ് കാനിയൻ പാലം ചൈനയിലാണ്. IPL ചരിത്രത്തിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണ്. 2025 ഏപ്രിൽ അന്തരിച്ച ലോക കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇനി 2025 ഏപ്രിൽ കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായ സ്ഥലം പഹൽഗാമാണ്. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നഗരമാകാൻ ഒരുങ്ങുന്നത് അമരാവതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം നമ്മൾ പറഞ്ഞ ചൈനയാണ്. 6ാമത് ഏഷ്യൻ അണ്ടർ 18 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി സൗദി അറേബ്യ. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയ പാകിസ്ഥാനുമായിട്ടുള്ള കരാർ സിന്ധു നദീജല കരാറാണ്. പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ പാക് അതിർത്തിയിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ആണ്. ലിഥിയം ബ്ലോക്കിനുള്ള കോമ്പോസിറ്റ് ലൈസൻസ് നേടിയ ആദ്യ സംസ്ഥാനം ചണ്ഡീഗഡ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ സമ്മേളിക്കുന്ന കോമൺവെൽത്ത് പാർലമെന്റേറിയൻ സമ്മേളനം നടക്കുന്നത് ബഹാമാസിലാണ്. അടുത്തിടെ കാലിഫോർണിയയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ നിറം ഓളോ ആണ്. നെക്സ്റ്റ് വൺ, ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ഏപ്രിൽ 25 അന്തരിച്ച ISROയുടെ 2ാമത്തെ മലയാളി ചെയർമാൻ കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ. സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മഹിളാ സംവാദ് ക്യാമ്പയിൻ ആരംഭിച്ചത് ബീഹാറിലാണ്. 2025 ഏപ്രിലിൽ മേഘവിസ്ഫോടനം നടന്നത് ജമ്മു കാശ്മീരിലെ റംബാനിലാണ്. DPS ഫ്ലെമിംഗോ തടാകത്തെ സംരക്ഷണ റിസർവായി ഔദ്യോഗികമായി അംഗീകരിച്ചത് മഹാരാഷ്ട്രയാണ്. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പാണ് മാർഗദീപം എന്ന് പറയുന്ന പദ്ധതി. രാത്രി 12-ന് ശേഷം നടന്ന പുസ്തകം അഖിൽ P ധർമ്മജന്റെയാണ്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എ ക്രിട്ടിക്കൽ ജങ്ചർ എമംഗ് പോളിസി ഷിഫ്റ്റ് എന്ന റിപ്പോർട്ട് പുറത്തിറക്കിയത് IMF ആണ്. 2ാമത് ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹി. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ ജില്ലയിൽ ഇന്ത്യൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടിയുടെ രഹസ്യനാമം ഓപ്പറേഷൻ ബിർലി ഗാലി. ഇനി സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായിട്ട് ചുമതലയേൽക്കുന്ന ഡോക്ടർ A ജയതിലക. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് സ്ഥലം മാറി കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് സുശ്രുത് അരവിന്ദ് ധർമാധികാരി. ഇന്ത്യൻ ലളിത സാഹിത്യത്തിന്റെ വക്താവായിട്ടുള്ള ശരൺകുമാർ ലിംബാളയുടെ പുതിയ നോവൽ സനാതൻ. തിരുക്കൊച്ചി മുൻ മുഖ്യമന്ത്രിയും സാമൂഹിക പരിഷ്കർത്താവുമായ C കേശവന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടുന്ന കോഴഞ്ചേരിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലാണ്. ഇനി തദ്ദേശ ജനതയുടെ ആഗോള ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷിലെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും അവർക്ക് പുതിയ മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ പുരോഗതിയിലേക്ക് നയിക്കാനും കുടുംബശ്രീ കൊണ്ടുവന്ന പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ എന്ന് പറയുന്ന പദ്ധതി. ഇനി പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ 2 പുതിയ മത്സ്യ ഇനങ്ങളാണ് ലബിയോ ഉറുവും ലബിയോ ചെകിടയും. 10 വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ടുള്ള സേവിങ്സ് ആൻഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ തുറക്കാനായിട്ട് RBI ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. 2025 ഏപ്രിലിൽ നടന്ന ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ കിരീടം നേടിയത് കൊനേരു ഹംപി. 2024-25 ഐ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ചർച്ചിൽ ബ്രദേഴ്സ് ആണ്. നമ്മുടെ ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്കിനി പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ലൈവില് കാണാം കേട്ടോ. നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും ലൈവിലേക്ക് വരിക. വീണ്ടും കാണാം. ബൈ.